മനസ്സ് മടുപ്പിക്കുന്ന, ഹൃദയം വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, എല്ലാ ആശയും നഷ്ടപ്പെടുന്ന അവസ്ഥകളിലും നാം എന്താ ചെയ്യേണ്ടത്, നാം എങ്ങനെ ആയിരിക്കണമെന്ന് പലപ്പോഴും നമുക്കറിയുകയില്ല. മാനുഷിക വാക്കുകൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ, നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ വരെയും അറിയുന്ന, ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പല കാര്യങ്ങളിലും നാം ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കാം. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പരിഹാസവും നിന്ദയും മടുപ്പും ഉളവാക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവിക കരുതൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും. ഏതു കാര്യത്തിനും നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിനെന്നവണ്ണം ചെയ്യുന്നെങ്കിൽ തീർച്ചയായും ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും. അഭിപ്രായം പറയുന്നവർ, വിമർശിക്കുന്നവർ, അവരത് ചെയ്യട്ടെ. അവർക്കെതിരെ പറഞ്ഞ് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും കളയാതെ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി നാം സമയത്തെയും നമ്മുടെ എഫേർട്ടിനെയും നമുക്ക് വേർതിരിക്കാം. നമ്മെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരുവനുണ്ട്. നമ്മുടെ നല്ല കാര്യങ്ങളും നമ്മുടെ ചീത്ത കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടും നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന സാഹചര്യങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. കഴിഞ്ഞുപോയ കാലത്ത് നടക്കാതെ പോയതിനെ ഓർത്തും നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതി പ്രിയ ദൈവപൈതലേ നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. രാജാതി രാജാവിന്റെ കർത്താതി കർത്താവിന്റെ സാന്നിധ്യം പ്രിയ ദൈവപൈതലേ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായത്തിൽ പൗലോസിന്റെ കപ്പൽ യാത്രയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ കപ്പൽ യാത്രയിൽ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്ന ചില വാക്കുകൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. പൗലോസ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ്. എല്ലാം നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ സമാധാനമായിരിക്കണം എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു കാരണം പൗലോസ് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-23 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, നീ ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസിന് ഒരു ഉറപ്പുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട് എന്നൊരു ഉറപ്പ്. ആ ഉടയവന്റെ സംരക്ഷണം എനിക്കുണ്ട് എന്നൊരു ഉറപ്പ്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവശബ്ദം അനുസരിക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവപൈതലേ, നിന്റെ മുമ്പിൽ കാണുന്ന കാറ്റിനെ കണ്ട്, തിരമാലയെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉടയവൻ, അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പടകിൽ കാറ്റടിക്കുമ്പോ, നിങ്ങളുടെ ജീവിത പടക് കാറ്റിനാൽ ഉലയുമ്പോ പിറുപിറുക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നാഥന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക കംഫർട്ട് നിങ്ങൾ അനുഭവിക്കും. ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ഉടയവനെ ഒന്ന് ഓർക്കണം. സ്വന്തം രക്തം കൊടുത്താ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. അങ്ങനെയെങ്കിൽ ആ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവൻ മതിയായവനാ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാ. എനിക്കൊരു ഉടയവനുണ്ട് എന്ന് ഇന്നൊന്ന് ഉറയ്ക്കണം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവിക നന്മകളെ പ്രാപിപ്പാൻ പ്രിയ ദൈവപൈതലേ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത നാഥന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ. അതെ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഹല്ലേലൂയ, ദൂതന്മാരാപ്പകൽ ആരാധിക്കുന്നവൻ, അവൻ നിങ്ങളുടെ ഉടയവനാ. അവനില്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയിൽ അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന, അപ്രാപ്യം നിങ്ങൾക്കൊരിക്കലും ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. എന്നെ വിലയ്ക്ക് വാങ്ങിയ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് ഒന്ന് ഉറയ്ക്കണം. അതെ, ആ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരു അടയാളമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം എന്നെല്ലാം അറിയപ്പെടുവാൻ ദൈവം ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളുടെ പേര്
പേര് ചേർത്ത് വെച്ചിട്ട് പറയണം, അതെ, എൻ്റെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ഹല്ലേലൂയ ദൈവം ഇഷ്ടപ്പെടുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മറ്റൊരു ചിന്ത വേണ്ട. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും മാത്രമല്ല, നിത്യതയിലേക്ക് അവൻ നിങ്ങളെ ഒരുക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഉടയവനുണ്ട് എന്ന ഒരു ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. യേശുവിൻ്റെ മുമ്പാകെ, അപ്പാ, ഞാനൊന്ന് ഉറയ്ക്കുന്നു, ഞാൻ ഇനിയും ഭാരപ്പെടുകയല്ല, എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനം അറിയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനം കാണട്ടെ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ ജനം നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാനവും മഹത്വം അങ്ങേക്ക്, സകലവും നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, വിലയ്ക്ക് വാങ്ങിയ ഉടയവൻ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഇനി നിങ്ങളുടെ കണ്ണ് നിറയരുത്. ധൈര്യമായിരിക്കണം. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.